പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 11ാം ക്ലാസ് അക്കൗണ്ടൻസിയിലെ 12ാമത്തെ ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിംഗ് എന്നുള്ള പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിലാദ്യമായി കമ്പ്യൂട്ടറിൻ്റെ ചില ബേസിക് ഐഡിയാസാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ്ലി, വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? Computer is an electronic device that accepts data and instructions as input, stores them, processes the data and giving results. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. ഇതിൽ ഡേറ്റയും നിർദ്ദേശങ്ങളെയും ഇൻപുട്ടായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവയെ സ്റ്റോർ ചെയ്യുകയും തുടർന്ന് പ്രോസസ്സ് ചെയ്ത് ആവശ്യമായ റിസൾട്ട് നൽകുകയും ചെയ്യുന്നു. What are the components of a computer system? Firstly, hardware. It is the physical components of a computer. It includes keyboard, monitor, processor, mouse, etc. ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഭൗതിക ഘടകങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കീബോർഡ്, മോണിറ്റർ, കമ്പ്യൂട്ടർ പ്രോസസ്സർ, മൗസ് തുടങ്ങിയവയൊക്കെയും ഹാർഡ്വെയറിൻ്റെ ഭാഗമാണ്. സെക്കൻഡ്ലി, സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഗവേൺസ് ദ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിന് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്ന പ്രോഗ്രാമുകളുടെ ഒരു സെറ്റിനാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ സഹായമില്ലാതെ ഒരു കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാൻ കഴിയില്ല. തേർഡ് വൺ ഈസ് പീപ്പിൾ. It is also called liveware or humanware. Here liveware means the people who are interacting with the computers, such as system analysts, programmers, computer operators, etc. മനുഷ്യ സഹായമില്ലാതെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ സാധ്യമല്ല. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളെയാണ് ഇവിടെ ലൈവ്വെയർ അഥവാ ഹ്യൂമൻവെയർ എന്ന് പറയുന്നത്. സിസ്റ്റം അനലിസ്റ്റുകൾ, പ്രോഗ്രാമേഴ്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് എന്നിവരെല്ലാം ലൈവ്വെയറിൻ്റെ ഭാഗമാണ്. നാലാമതായി, പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ. എ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ സെറ്റ് പാറ്റേൺ ടു അച്ചീവ് ഡിസൈർഡ് റിസൾട്ട്സ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. ദർ ആർ 3 types of procedures: hardware oriented procedure, software oriented procedure and internal procedure. Fifth one is data. Data is the raw facts about an entity. It gives us input to the computer system. It is retrieved and processed to get information. Facts and figures required for decision making. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് നൽകുന്ന അസംസ്കൃത കാര്യങ്ങളെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇൻഫർമേഷനായിട്ട് മാറ്റുന്നത്. ആറാമതായി, കണക്ടിവിറ്റി. കണക്റ്റിംഗ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം വിത്ത് ഡിവൈസസ് ലൈക്ക് ടെലിഫോൺ ലൈൻസ്, സാറ്റലൈറ്റ് ലിങ്ക്, എക്സെട്ര. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ടെലിഫോൺ ലൈന് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലിങ്കുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നതാണ് കണക്ടിവിറ്റി. നെക്സ്റ്റ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ. വിവിധതരം സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. First one is operating system. It is a set of programs that supervises the operations of CPU. ഉദാഹരണം DOS, Windows, Linux അഥവാ Ubuntu, Android, etc. ഇത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാനുള്ളൊരു ബേസിക് പ്ലാറ്റ്ഫോം നൽകുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. It consists of set of programs to carry out operations of particular application. Example, LibreOffice Impress, LibreOffice Calc, MS Excel മുതലായവ. Next one is language processes. Software used to convert programs written in high-level language to machine language. കമ്പ്യൂട്ടറുകൾക്ക് മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഹൈ ലെവൽ ലാംഗ്വേജിൽ തയ്യാറാക്കപ്പെട്ട നിർദ്ദേശങ്ങളെ
മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നവയാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ഉദാഹരണം, C++ ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമിനെ ബൈനറി കോഡിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് വൺ ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് കൺട്രോൾസ് ദ ഇന്റേണൽ ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. Example, reading data from keyboard, transmitting data to output devices, etc. Next one is connecting software. Set of programs or software for connecting computer and the server. കമ്പ്യൂട്ടറിനെ സെർവറുമായിട്ട് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നവയാണ് കണക്റ്റിംഗ് സോഫ്റ്റ്വെയർ. What are the capabilities of computer system? First one is speed. A computer has very high speed than human beings. It can done 100 million calculations per second. Second one is accuracy, kritida. Very high rate of accuracy than human beings. Third one is diligence, hard work. Computers are free from monotony, tiredness and lack of concentration. മടുപ്പോ വിരസതയോ കമ്പ്യൂട്ടറിന് ഉണ്ടാകുന്നില്ല. നാലാമതായി വെർസറ്റാലിറ്റി, വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത്. കമ്പ്യൂട്ടേഴ്സ് ആർ കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് എ നമ്പർ ഓഫ് ടാസ്ക് അറ്റ് എ ടൈം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബിസിനസ്, industry, science, technology, etc. Fifth one is storage. Computers can store large volume of data and information for a long time. Storage capacity കൂടുതലാണ്. Then what are the limitations of computer system? Firstly, lack of common sense. Common sense ഇല്ല എന്നുള്ളത്. Work only according to the programs designed by human beings. Second one is it has no IQ. സ്വയം ചിന്താശേഷിയില്ല. Computers have no intelligence. It cannot think and visualize things under a particular situation. Third is lack of decision making skills. സ്വയം തീരുമാനമെടുക്കാനുള്ള ശേഷിയില്ല. Decision making involves selection of best alternative for a course of action. It requires knowledge, intelligence and judgment skills. But computers lack all these attributes. Fourth one is no feelings. Computers are free from emotions. It cannot judge based on feelings, taste and preferences like human beings. ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കോമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സിസ്റ്റം. ഡയഗ്രത്തിൽ ശ്രദ്ധിക്കുക. ഇൻപുട്ട് ഡിവൈസിൽ നിന്നും ഡേറ്റയെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് നൽകുന്നു. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ മെമ്മറി യൂണിറ്റ് ഉണ്ട്. ദെൻ ഔട്ട്സൈഡ് മെമ്മറിയാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് ഇൻഫർമേഷനായിട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് നൽകുന്നു. ആദ്യമായിട്ട് ഇൻപുട്ട് യൂണിറ്റ്, എ ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഫ്രം ദ യൂസർ. എക്സാമ്പിൾസ് കീബോർഡ്, മൗസ്, ടച്ച് സ്ക്രീൻ, ലൈറ്റ് പെൻ എക്സെട്ര. കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ് കീബോർഡ്, മൗസ്, ടച്ച് സ്ക്രീൻ, ലൈറ്റ് പെൻ എക്സെട്ര. CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് ഹാർഡ്വെയറിൻ്റെ രണ്ടാമത്തെ ഭാഗം. receives data or instructions and process data. It has three sections: memory unit, arithmetic logic unit and control unit. CPU-ന് മൂന്ന് ഭാഗങ്ങളാണുള്ളത്: മെമ്മറി യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഇതിലാദ്യമായി മെമ്മറി യൂണിറ്റ്. ഇറ്റ് ഹോൾഡ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഡ്യൂറിംഗ് പ്രോസസ്സിംഗ്. ഡേറ്റ is stored in this unit before being processed. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഡേറ്റയെയും
ഇൻസ്ട്രക്ഷൻസിനെയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മെമ്മറി യൂണിറ്റിലാണ്. CPU രണ്ടാമത്തെ പാർട്ടാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ALU. Arithmetic and logical functions are performed in this unit. Addition, subtraction, multiplication, division, comparison, all such processing are done in the arithmetic and logic unit. CPU മൂന്നാമത്തെ ഭാഗമാണ് control unit. It supervises and controls the activities of all other units and controls the flow of data from input devices to memory unit and therefrom to output devices. The third element is output unit. It provides results to the user. Examples: monitor, printers, plotters, speakers, etc. കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ നൽകുന്നതിനുള്ള സംവിധാനമാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഉദാഹരണം മോണിറ്റർ, printers, plotters, speakers, etc. Then the fourth component of a hardware system is secondary storage unit. They are used to store data permanently. Examples: hard disk, external disk, magnetic tape, CD-ROM, pen drive, etc. Next, about the evolution of computerized accounting. Computerized accounting വികാസ പരിണാമങ്ങൾ എങ്ങനെയാണ്? ആദ്യമായിട്ട് നിലവിലുണ്ടായിരുന്നത് മാനുവൽ അക്കൗണ്ടിംഗ് ആയിരുന്നു. കരകൃത അക്കൗണ്ടിംഗ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എഴുതി തയ്യാറാക്കുന്ന രീതിയായിരുന്നു. അത് പിന്നീട് ബില്ലിംഗ് മെഷീൻസ് ആൻഡ് ടൈപ്പ് റൈറ്റേഴ്സിന് വഴിമാറുകയും തുടർന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം വ്യാപകമാവുകയും ചെയ്തു. നെക്സ്റ്റ് അബൌട്ട് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. Data is a raw and unorganized fact that required to be processed to make it meaningful. Information is a set of data which is processed in a meaningful way according to the given requirement. Information assigns meaning and improves the reliability of data. ഡേറ്റ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് നൽകുന്ന റോ ഫാക്ട്സ് ആണ്. എന്നാൽ അവയെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ ലഭിക്കുന്നത്. ഡേറ്റയ്ക്ക് കൂടുതൽ റിലയബിലിറ്റിയും മീനിങ്ങും നൽകുന്നതാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് ആൻഡ് ഡിസിഷൻസ്. ഇൻഫർമേഷൻസ് ആർ യൂസ്ഡ് ഫോർ ഡിസിഷൻസ്. ബിസിനസ് ഡിസിഷൻസ് ആർ ടു ബി ബേസ്ഡ് ഓൺ റിലയബിൾ ഇൻഫർമേഷൻ. ഇൻക്രീസിംഗ് യൂസ് ഓഫ് ഇൻഫർമേഷൻ ലീഡ്സ് ടു സ്റ്റാർട്ട് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. ട്രാൻസാക്ഷനെ പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനമാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം അഥവാ TPS. TPS is a system for processing information or transaction in an organization in a systematic manner. Components of TPS. TPSന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് ഇൻപുട്ട്, രണ്ടാമതായിട്ട് പ്രോസസ്സിംഗ്, മൂന്നാമതായിട്ട് ഔട്ട്പുട്ട്. What is the purpose of transaction processing system? A transaction processing system is used to record, process, validate and store transactions in a business for subsequent retrieval and usage. Transaction processing systemത്തിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഡേറ്റ എൻട്രി. ഡേറ്റ entered through input devices like keyboard, mouse, etc. Second one is data validation. Ensures the accuracy and reliability of input data by comparing known data. എക്സാമ്പിൾ ആയിട്ട് ഒരു ATM ആയിട്ട് താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ ATMൽ പിൻ എൻട്രി ചെയ്യുന്ന ഡേറ്റ വാലിഡേഷന് സമാനമാണ്. തേർഡ് സ്റ്റെപ്പ് ഇൻ TPS ഈസ് പ്രോസസ്സിംഗ് ആൻഡ് റീവാലിഡേഷൻ. Processing of data, collection and manipulation of data to produce meaningful information. Revalidation of data, the process of ensuring that the transaction is completed. The fourth step in TPS is storage, storing the data. Example, withdrawal of money is stored or recorded in database.
Next step is information. Processed data is called information. Next step is reporting. Report based on information is useful for decision making. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് അക്കൗണ്ടിംഗ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി ബേസ്ഡ് ഓൺ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസ് അടിസ്ഥാനമാക്കിയുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് രീതികൾ. ഓൺലൈൻ ഇൻപുട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ ഈസ് പോസിബിൾ. ആൻഡ് തേർഡ്ലി പർച്ചേസ് ആൻഡ് സെയിൽസ് ഇൻവോയ്സസ് ക്യാൻ ബി പ്രിന്റഡ്. Fourthly, grouping of accounts is done in the beginning only. ആരംഭത്തിലെ അക്കൗണ്ടുകളെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടാണ് അക്കൗണ്ടിംഗ് നടത്തുന്നത്. Fifthly, instant reports can be generated like trial balance, profit and loss account and balance sheet. Then next about management information system and accounting information system. Management information system, accounting information system, MIS and AIS. MIS is a system that provides the information to take decisions and manage an organization effectively. But AIS collects, processes and communicates economic information about an entity. Thus, AIS is only a part of MIS. Management information system ഒരു ഭാഗമാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവരങ്ങൾ നൽകാനുള്ള ഒരു സംവിധാനമാണ് MIS എങ്കിൽ ഇക്കണോമിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനമാണ് AIS. MISൻ്റെ കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് കീഴിൽ മാനുഫാക്ചറിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം വരുന്നുണ്ട്, മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഇൻഫർമേഷൻ സിസ്റ്റം, അതോടൊപ്പം തന്നെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. സോ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് എ പാർട്ട് ഓഫ് ദ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ് അബൌട്ട് ദ അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ്. അബൌട്ട് ദ ഡിസൈനിങ് ഓഫ് അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ്. Processed data is called information. Related information summarized to meet a particular need is called a report. Report should substantiate the decision-making process. അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് റെലവൻസ്, സെക്കൻഡ് വൺ ഈസ് ടൈംലിനെസ്, തേർഡ് വൺ ഈസ് ആക്യുറസി, next one is completeness, next one is summarization. Then next about the types of accounting reports. വിവിധതരം അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ. ഫസ്റ്റ് വൺ ഈസ് സമ്മറി റിപ്പോർട്ട്. ഇറ്റ് സമ്മറൈസസ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എക്സാമ്പിൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ദേ ആർ സമ്മറി റിപ്പോർട്ട്സ്. സെക്കൻഡ് വൺ ഈസ് ഡിമാൻഡ് റിപ്പോർട്ട്സ്. It is prepared only when the management demands them. Example, bad debts report, stock report, etc. Third one is customer or supplier report. Reports about customers or suppliers as and when required by management. Example, the list of top 10 customers or vendors analysis report, etc. Next one is exception report. Reports based on certain conditions or exceptions. Example, stock report on a particular item, overstock status of an item, etc. Fifth one is responsibility report. This report shows management responsibilities. Example, report on cash position. It is the responsibility of the financial manager. Production report is the responsibility of the production manager. Next about the process of designing an accounting report. ഒരു അക്കൗണ്ടിംഗ് റിപ്പോർട്ട് ഡിസൈൻ ചെയ്യുമ്പോഴുള്ള പ്രോസസ്. ഫസ്റ്റ് വൺ ഈസ് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്സ്. ദ എയിം ഓഫ് റിപ്പോർട്ട് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് based on the decisions to be taken. Secondly, structure of the report. Style of presentation of report must be attractive.
Third one is querying with the database. There must be a possibility to make queries with the database anytime. Fourth one is finalize the report. Finalize the report based on the above criteria such as objective, structure, and possibilities of queries. Thank you all.